നമ്മൾ രാവിലെ പാൻസിപ്പാൻ പോയതിൻ്റെ ആ ഒടുക്കത്തെ തണുപ്പാരണം വന്നിട്ട് കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്ത് എന്നിട്ട് നമ്മൾ ക്യാറ്റ് വില്ലേജിലോട്ട് പോവാണ്. കുറച്ച് ലേഡ് ബാക്ക് ആയിട്ടുള്ള ഒരു വില്ലേജാണെന്നാണ് കേട്ടെ. അധികം എന്താ എക്സ്പെക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞോളാം. നമുക്ക് പോയി നോക്കാം. അവിടെ നിന്ന് അടുത്താണ്, ഒരു 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന്. നമ്മൾ ക്യാറ്റ് വില്ലേജിലെത്തി. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 150,000 VND. എന്നിട്ട് ഇതാണ് ഇവരുടെ മാപ്പ്. ഇതാണ് നമുക്ക് പോകാനുള്ള വില്ലേജ്. അത്ര നേരം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാ പോണേന്ന്. കണ്ടപ്പോൾ ഐഡിയ കിട്ടി. ഫോട്ടോഷൂട്ടാണോ? കുതിരകൾ. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്. അവിടെയാണ് പരിപാടി അടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ബാമ്പോ എന്തിൻ്റെയോ ഇല എടുത്തിട്ട് സ്റ്റിക്ക് അത് വെച്ച് ഇങ്ങനെ നൂല് പോലെ ആക്കും, ചുറ്റി എന്നിട്ട് അത് ഇങ്ങനെ ഇട്ട് ചെയ്യും. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. എൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രോസസ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓവറോൾ ഇതാണ് സംഭവം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അടുപ്പൊക്കെ ഉണ്ട്. എന്തിനാണാവോ? ഓപ്പണാണോ? അങ്ങനെ കാണാനില്ല. ഇവിടെ വന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസും നൂഡിൽസും ഓർഡർ ചെയ്തു. കിള്ളൻ ടേസ്റ്റ്. പലതരം ഡ്രിങ്ക് ആണോ വെള്ളത്തിൽ ഇട്ടേക്കണം? എന്താ വൈനാ? എന്തോ റൂട്ടൊക്കെ ഇരിപ്പുണ്ട്. എന്താണോ? പടർന്ന് കിടക്കണേയുള്ള ഇവിടെ പണ്ട് ഈ വില്ലേജിൽ ഉണ്ടായിരുന്ന സമയത്തും ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് ടീ ഇത് വാങ്ങിച്ചു. പുള്ളിക്കാരി ഭയങ്കര നൈസായിരുന്നു. ഹായ്. നമ്മൾക്ക് ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാനൊക്കെ തോന്നും. എന്തോ നാച്ചുറൽ ഹണി, പലതരം ടീ, ഇതൊക്കെ കിള്ളനായിരുന്നു. നമ്മൾ ഇതാ വാങ്ങിച്ചത്.
എനിക്ക് ആദ്യം ഈ വില്ലേജിൽ വന്ന കാര്യം ഓർത്തപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫോട്ടോസിലും വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഗെയിമില്ലാത്തൊരു സ്ഥലമായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സാപ്പയിൽ വരുവാണെങ്കിൽ എന്തായാലും വരണം, മസ്റ്റ് ട്രൈ. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എൻട്രൻസ് ഫീ ഒന്നുമില്ല, ആകെ 150 ഉള്ളൂ VND. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഫുഡാണെങ്കിലും വെരി ചീപ്പ്. പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ ടീ ഒക്കെ ആണെങ്കിലും അത്ര കത്തിയൊന്നും വരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഈ വില്ലേജിൽ എല്ലാം അത്ര എക്സ്പെൻസീവ് അല്ല, ചീപ്പാന്ന് പറഞ്ഞെങ്കിലും ഈ കട കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മളങ്ങനെ ആ വില്ലേജ് വിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ നിന്ന് 10K പെർ പേഴ്സൺ കൊടുത്ത ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ ടോപ്പ് വരെ ഇല്ലെങ്കിൽ നടന്നു കാരണം നമ്മൾ തിരിച്ച് നടന്നിറങ്ങി. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്കൊന്ന് ഇറങ്ങി. നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഉള്ളൊരു സ്ട്രീറ്റാണിത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഡ്രസ്സുണ്ടായിരുന്നു. ഇതുവരെയാണ് നമ്മളിവിടെ ഏതെങ്കിലും കട അന്വേഷിച്ച് വന്നേക്കുക. ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു മസാജ് ചെയ്യുന്ന സ്ഥലത്ത് കയറിയിട്ട് ഷോൾഡറും ഹെഡും കാലും മസാജ് ചെയ്യാൻ വിചാരിച്ചു. ഞാനുണ്ട്, എബിനുണ്ട്. തേച്ചിന് കൊണ്ടുപോയി കൊടുത്തിട്ട് മഴ ഇതല്ല ചെറുതായിട്ട് നമ്മൾ ഓണൊക്കെ വാങ്ങിച്ച്. താങ്ക് യു. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ഈ ഹോട്ടലിൻ്റെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ആൻഡ് ദെൻ ഫുഡ്. ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, ചെറിയൊരു പൂള്, പെട്ടിങ്ങനെ ഒരു വ്യൂ ഉള്ളത്. നമുക്കിവിടെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചു ഇവിടെ വാം വാട്ടർ ആയിരിക്കുമെന്ന്. കാരണം ഇതിൻ്റെ അകത്ത് വേറൊരു പൂളിന് വാം വാട്ടർ ഉള്ളത്. അപ്പോൾ ഇറങ്ങാൻ ഈ തണുപ്പത്ത് സുഖമായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ആൽപൈൻ കോസ്റ്ററിൽ കയറാൻ വേണ്ടി വന്നേക്കുക. നമ്മൾ ബനാ ഹിൽസിൽ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ആൽപൈൻ കോസ്റ്റർ, സെയിം സംഭവം. പക്ഷേ ഇവിടത്തെ ആണ് കുറച്ചും കൂടെ ഫേമസ് തോന്നുന്നു. അപ്പോൾ നമുക്ക് സാപ്പയിൽ വന്ന അന്ന് തൊട്ട് ഇവിടെ നമുക്ക് മഴ കിട്ടി. നമ്മൾ ഫാൻസി പാമ്പ് അപ്പോൾ നമുക്ക് മഴ കിട്ടി, നമ്മൾ പുറത്തിറങ്ങിയ മഴ. അതെ, ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴും ഇറ്റ്സ് റെയിനിങ്. സോ നമ്മളിവിടെ അടുത്ത ഉള്ള ഒരു കോഫി ഷോപ്പിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് മഴ ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഫുള്ളും കോടയാണ്. ലൈക്ക് ലിറ്ററലി നോ വിസിബിലിറ്റി, ഒന്നും കാണാൻ പറ്റില്ല. അതിനകത്ത് കൂടെ പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോഴല്ലേ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. ഒന്നും കാണാനും പറ്റുന്നില്ല, മഴയുമാണ്. പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫാൻസി പാമ്പ് പോയ പോലെ ഫുള്ളും നനയും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ടിക്കറ്റിന് എത്ര 150,000 200 to 300. ഇവിടെ 2 റൈഡുണ്ട്. 2 പ്രാവശ്യം നമുക്ക് റൈഡിൽ കയറാം. ഒരു തവണ കയറാണെങ്കിൽ 200,000 VND പെർ പേഴ്സൺ. കോംബോ ആണെങ്കിൽ 300,000 VND പെർ പേഴ്സൺ, വിച്ച് ഇസ് ഒരു $15 എന്തോ SGDയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളത് ഓൺലൈൻ വല്ല ക്ലൂക്ക് വഴിയോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ എന്തോ $10 ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് മഴയൊക്കെ ഒന്ന് മാറുമ്പോൾ കയറിപ്പോന്നിരിക്കും. വെതർ കുറച്ച് ക്ലിയറായി, കോടയൊക്കെ മാറി നമുക്ക് ഈ ട്രാക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു, ലൈക്ക് ഫുൾ വൈറ്റ്. ഒന്ന് കണ്ണ് തെറ്റിയപ്പോൾ തന്നെ കോട കയറി വന്നു. ഇത്ര നേരം കണ്ടത് വല്ലതും കാണാൻ പറ്റണ്ട. കോടയെങ്കിൽ കോട, കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ആവണില്ല. ഇനി കുറച്ചും കൂടെ കോട വന്ന് അതിഞ്ഞ് പോയില്ലെങ്കിലോ. സോ നമ്മൾ കയറാന്ന് വിചാരിച്ചു. ആരൊക്കെയോ കീറി വിളിച്ച് പോണുണ്ട്. ഫോൺ പിടിക്കാം എന്നവർ പറഞ്ഞു. കയ്യിൽ നിന്ന് തെറിച്ച് പോയില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണാം. വീഡിയോ തന്നെ കയ്യിൽ നിന്ന് തെറിച്ചു.
കൊള്ളാല്ലേ കോടയില്. നമ്മള് ആൽപൈൻ കോസ്റ്ററിൽ കയറി കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കുക. പേര് പോലെ തന്നെ ഒരു മലയുടെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അതിൽ കൂടെ നടക്കുന്നതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 30+ മിനിറ്റ്സിൻ്റെ ടാക്സി റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ക്ലൂക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും സെയിം ഡേ ടിക്കറ്റ്സ് അവൈലബിൾ അല്ല, നെക്സ്റ്റ് ഡേയിലത്തേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റിംഗ് കൗണ്ടറിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഈ കാണുന്നത്. ഹോപ്പ്ഫുള്ളി ഫാൻസിപ്പാൻ പോലെ മഴയൊക്കെ കാരണം മനസ്സിലാവില്ല. നമ്മൾ ഇത് ചെയ്യാനാണ് വന്നത്. ഗ്ലാസ് ബ്രിഡ്ജ് ആക്ച്വലി ഇതാണ്. അപ്പം നമ്മൾ പൊക്കത്തേക്ക് പോകണമെങ്കിൽ മസ്റ്റായിട്ട് ഈ 500-ൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. എന്നിട്ട് ഇത് ആഡ് ഓൺ ചെയ്യണം. ഇത് അവിടെ ലൈക്ക് എൻട്രൻസ് ഫീ പോലെ ഇത് മസ്റ്റായിട്ട്. വേറെയും കുറേ സംഭവങ്ങളുണ്ട്. ബട്ട് ഇതിനു വേണ്ടി നമ്മൾ വന്നത്. നമ്മൾ ടാക്സി ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് പോകണം. അങ്ങോട്ട് ഫ്രീ ഷട്ടിൽ ബസ്സുണ്ട്. ഒരു ഗുഹയിലോട്ട് പോകണവരുണ്ടല്ലേ. ലിഫ്റ്റ് എടുത്ത് പോകാത്തേക്ക് അല്ല പൊക്കത്തേക്ക്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജല്ലേ. ഇത് ഒരുപാടായി. ദേ നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ച സാധനം. സ്കേറി ആയിട്ടല്ലേ. (2333 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഫാൻസിപ്പാനിൽ താഴെയാണ്. അത് 3000 സംതിങ് ആയിരുന്നല്ലേ. ഈ പാറയുടെ ഇടയിൽ പോൾ ക്ലൈംബിംഗ് ഒക്കെ എന്താ തണുപ്പത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നോ. പൊക്കത്ത് ഒരു സ്വിങ് ഉണ്ട്. സിംഗപ്പൂരുള്ള മറ്റേ സെൻറ്റോസയിലെ ജയൻറ്റ് സ്വിങ് പോലത്തെ സാധനം. സത്യം പറഞ്ഞാൽ ഈ മഴ വെയിലും അധികം മഞ്ഞൊന്നും ഇല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് കുറച്ച് സ്കെയറി ആയിരിക്കും. ഈ ഗ്ലാസ് ബ്രിഡ്ജ് മൊത്തത്തിൽ മൂടി കിടക്കും, ഒന്നും വരെയൊക്കെ കാണുന്നില്ല. അതാണ് പെട്ടെന്ന് നോക്കുമ്പോൾ പേടിയാവാത്ത. പെട്ടെന്ന് വഴിയുടെ ലുക്കൊക്കെ മാറി, ഗ്ലാസ്സൊക്കെ മാറി, ട്രക്കിങ് പോയി. ഇപ്പോഴൊരു സമാധാനമായി. അവിടെ കൂടെ നടന്നപ്പോൾ തെന്നി വീഴുമോ എന്നുള്ള പേടിയായിരുന്നു. ഇവിടെയും വീഴാൻ ചാൻസ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഗ്രിപ്പ് കിട്ടി. നേരത്തെ കണ്ട ബ്രിഡ്ജൊന്നും അല്ല ഗുയിസ്, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതായിരുന്നു ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചത്. പേടിയാണ്. എനിക്കൊരു ഉറപ്പില്ല ഞാൻ കയറുമെന്ന്. നമ്മൾ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഇത് ചെയ്യാൻ ഇവിടെ 4 ആക്ടിവിറ്റി എന്തോ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ഇതിപ്പോൾ സമയം നമ്മൾ വന്നപ്പോൾ 1 മണിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫുള്ളി ബുക്ക്ഡാണ്, ടിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി 7 മണി വരെ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇവർ ഫുള്ളി ബുക്ക്ഡാണ്. 7 മണി കഴിഞ്ഞാൽ ഇത് ഉണ്ടാവുന്നല്ലോ അറിയില്ല, അത്ര ഇരുട്ടല്ലേ. എന്നിട്ട് നമ്മൾ
വേറെ രാജ്യത്തു നിന്നൊക്കെ കുറച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. ഇത് 2 പേര്, ഒരു കപ്പിള്, പിന്നെ വേറൊരാള്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി 6 പേരുണ്ട്. അപ്പോൾ നമ്മുടെ ആ കൂടെ ഉണ്ടായിരുന്ന ആ പുള്ളി പറഞ്ഞ് നമ്മൾ പല പല രാജ്യത്തു നിന്നൊക്കെ വന്നെയാണ്, എന്നിട്ട് നമ്മൾ ഇത്ര വന്നിട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കഷ്ടമാണ്, അതാണ് ഇതാന്ന് പറഞ്ഞ് അയാളുടെ കൺവിൻസിങ്ങിൽ ഇവിടുത്തെ സ്റ്റാഫ് ഓക്കെ എന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നമ്മളെ കയറ്റി വിട്ട് അവസാനം ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിൽ ഇവർ അവസാനം കൺവിൻസ് ചെയ്യുന്ന എടുത്തപ്പോഴത്തേക്കും പിന്നെ ആലോചിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പറഞ്ഞതും ഓക്കെ എന്ന് പറഞ്ഞതും ലോക്ക് ആ സാധനം ഇട്ട് പൊക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ചെയ്തു. മേ ബി അവിടെ ആലോചിക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നെങ്കിൽ, തിരക്കൊന്നും ഇല്ലാണ്ട് ആലോചിക്കാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആലോചിച്ച് ചെയ്യത്തുപോലുമില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷെ നേരിട്ട് കുറച്ചും കൂടെ രസമുണ്ട്. ഇവിടെ 4 ആക്ടിവിറ്റി ഉള്ളേ. നമ്മൾ ചെയ്ത ആ ബ്രിഡ്ജിൽ കൂടെയുള്ള നടപ്പ്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ അവിടെ നിന്നുള്ള സ്വിങ് ഉണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ സൈക്കിൾ ഓട്ടുന്ന പരിപാടിയില്ലേ, എന്താണ് ഇവിടെ സ്കൈ കൂടെ 2 കയറുകൾ സാധനം ഇട്ടിട്ട് അതിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോകുന്ന ആ സംഭവം. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്ത് ശരിക്കുള്ള ഗെയിമാണ്. ഞാൻ വിചാരിച്ച് വെറുതെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന്. ഒറിജിനൽ പണി അങ്ങനെ ഇരിക്കുന്നു. താങ്ക് യു. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാ. അപ്പോൾ അവർ നമുക്ക് ഇവിടെ സെല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ. ചക്ക, ഇത് ആപ്പിൾ, എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആപ്പിളാണ്. വേറെ എന്തെങ്കിലും സാധനമായിരിക്കും, വേറെ എന്തെങ്കിലും തരം ആപ്പിളായിരിക്കും. ആപ്പിൾക്കോട്ടോ, ആപ്പിൾ എന്ന് ഇവർ പറയുന്നത്, ബട്ട് മനസ്സിലാവുന്നില്ല. ബഫല്ലോ ബീഫ്, നമ്മുടെ BDF പോലെ ഇത് കിട്ടുള്ള സാധനം. Có biết ra cái thuyền Hoàng Sa Trường Sa chụp ảnh không? Tí nữa. Đã bảo là không có dù lượn, không làm một phát ở đây. Tí anh nhờ cô áo đỏ dắt đi là được cái gì đâu. ഈ തണുപ്പത്ത് എനിക്കിറങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ശിവനെങ്ങനെ ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലിറ്ററലി ഒന്നും കാണാൻ വയ്യ, അത്രയ്ക്കും ഒട്ടുക്കത്ത് തണുപ്പ്. അതിൻ്റെ ഇടയിൽ കാറ്റ്. നമ്മുടെ ലാസ്റ്റ് നൈറ്റും സാപ്പിയാണ്. ഇവിടെ വരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ നൂഡിൽ സൂപ്പ് ബീഫാണ്. ആദ്യം കഴിക്കുന്ന ഇഷ്ടമല്ല, മറ്റേ ഞാൻ ഫ എന്ന് പറഞ്ഞ കൊച്ചിയിലും പോയിട്ടുള്ള വീഡിയോയിൽ പറയുന്നത്. ആദ്യം അവിടെ കഴിച്ച ഇഷ്ടമല്ല, പക്ഷേ ഇവിടെ നിന്ന് പിന്നെ കഴിച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓതൻറ്റിക് നൂഡിൽ സൂപ്പ് പോണേ മുമ്പ് കഴിക്കാൻ വിചാരിച്ചു. നാരങ്ങ കഴിക്കും. അത് ആ റെഡ് ചില്ലി തൊട്ടിട്ട് നാരങ്ങ കഴിഞ്ഞിട്ട് തന്നെ ഇലയും ഇട്ട് പക്ഷേ അപ്പോൾ ഞാൻ ചില്ലിയൊക്കെ കുറച്ച് മാറ്റി വെച്ച് അപ്പോൾ പെരുകൂടി പാകം അങ്ങനെയാണ് കഴിക്കേണ്ടത്. Cold. Yes, okay. Next coffee. This is hot coffee. I order cold. You wait 5 minutes. Wait 5 minutes. Okay, wait 5 minutes. Wait 5 minutes. അതിൻ്റെ കൂടെ നമ്മൾ ഇവരുടെ ഒതൻറ്റിക് വിയറ്റ്നാമീസ് കോഫിയും പറഞ്ഞു. ഞാനത് മിസ് ചെയ്യും. ഈ സാധനം ആപ്പിൾ തന്നെ കേട്ടോ. കാണാൻ ആപ്പിളിന്റെ ലുക്കില്ല, പക്ഷെ ഞങ്ങള് ആ ഡ്രൈ സാധനം കഴിച്ചപ്പോൾ എന്തോ റെഡ് ഡേറ്റ്സ് പോലെയൊക്കെ തോന്നിയ. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു ഫ്രൂട്ട്സ് ഡ്രൈ അല്ലാത്തത് വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കിയപ്പോൾ ലിറ്ററലി ആപ്പിളിന്റെ ടേസ്റ്റ്. വെറുതെ എല്ലാവരും ആപ്പിൾ എന്ന് വിളിക്കണേ. നമ്മള് ഈ സാപ്പയിലെ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഐ എം ഗോയിങ് ടു മിസ് ദിസ് വ്യൂ, സോ ഗുഡ്. പോകാറായപ്പോഴത്തേക്കും തെളിഞ്ഞു വന്നേക്കുക. ഇത്രയും അടിപൊളിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട്. അടിയിലോട്ട് വലിയ പനിയില്ല, പക്ഷേ ആ മൗണ്ടൻസ് നല്ല ഡ്രസ്സല്ലേ. ഇവിടുത്തെ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നമ്മൾ സാപ്പയിൽ നിന്ന് തിരിച്ചു വന്ന ബസ്. ഈ വഴി കുറച്ചും കൂടെ ചെറുതാണ് വന്നതിനേൽ, ബട്ട് കുറച്ച് നൈസ്. വന്ന പോലെ തന്നെ ഷൂ ഒക്കെ പെട്ടിയിലാക്കി കവറിലാക്കി. ഇതാണ് എൻ്റെ
ഹെഡ്ഫോണൊക്കെ ഉണ്ടല്ലോ. ഇത് കുറച്ചും കൂടെ ഹൈടെക് ആയിട്ട് തോന്നുന്നു. എന്തൊക്കെയോ റിമോട്ടൊക്കെ ഉണ്ട്. മസാജാ സീറ്റ് പൊക്കാനും താത്താനൊക്കെ ആയിരിക്കും. കുറച്ചും കൂടെ ബെഡിന്റെ സ്പേസ് കൂടി, വൈഡ് സ്പേസ് പറഞ്ഞു. അതല്ലേ നല്ലതല്ലേ. വന്നപ്പോ ഇവിടെ ടി വി ആയിരുന്നില്ല, വെറുതെ ടി വി പോലെ ഒരു ഫോട്ടോ വെച്ചേക്കുമായിരുന്നു. റിയൽ ടി വി. അതിന്റെ റിമോട്ടൊക്കെ ആയിരിക്കും. നൈസാ, കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നു. എമർജൻസിക്ക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചില്ലൊക്കെ ഇതിനകത്ത് ഒരു ബെഡില് 2 ആൾക്കാർക്ക് കിടക്കുന്ന അവസരമുണ്ട്. ഈ മസാജൊക്കെ വളരെ ഈ റിമോട്ടില് നമുക്ക് മസാജൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പുറകില് വൈബ്രേറ്റ് ചെയ്ത്. അപ്പൊ നമ്മളിപ്പോ ചാപ്പേന്ന് ഹനോയിലോട്ട് തിരിച്ചു പോവാ. നമ്മളവിടെ ഒരു ദിവസത്തേക്ക് ഒരു റൂം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇന്നല്ല നാളെ അല്ല നമ്മുടെ ഫ്ലൈറ്റ്. നാളെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു ഹനോയിന്ന്. എൻ്റെ നാളെ ഒരു 6 മണിക്ക് എന്താണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് സിംഗപ്പൂർ. അപ്പോൾ ഇനി ഹനോയിലെത്തിയിട്ട് നമ്മുടെ പരിപാടി അധികമൊന്നുമില്ല. തിരിച്ചു പോകാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അവിടെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. ഇവരുടെ സ്നാക്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തിരിച്ചു കൊണ്ടുപോകാം. അതാണ് ഹനോയിലെ പ്ലാൻ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമുക്കിനി അവിടെ പോയിട്ട് നോക്കാം. നമ്മൾ വന്നു, നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഈ പുള്ളിയാണ് ഇവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ അടിപൊളിയാണ്. താങ്ക് യു. Okay, so if you need any information around here for the food or anything else, so you can ask me, okay? Okay, so sure. I will tell you anything. ഇവരുടെ ഹനോയിലെ വിയറ്റ്നാമിന്റെ നാഷണൽ ഡേ കണ്ടുമാണ് ഈ അടുത്ത സെപ്റ്റംബർ 9 അങ്ങനെ കണ്ടുമാണ്. അപ്പൊ അതിന്റെ പരേഡും റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി നാളെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോണ വഴി റോഡ് ക്ലോഷർ ഉണ്ട് ഈ പരേഡിന്റെ റിഹേഴ്സൽ കാരണം. അപ്പൊ നമ്മളോടൊരു കുറച്ച് അവേഴ്സ് നേരത്തെ ഇറങ്ങി പോകാനൊക്കെയാണ് പറയുന്നത്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്ന് കയറിയപ്പോൾ ഇവിടെ പുറത്ത് വെച്ച സൂപ്പിന്റെ ബോർഡ് കണ്ടാൽ കയറിയാൽ ഇബിന് സൂപ്പ് വേണം പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് ബാൻമി മറ്റേ ഈ ബ്രെഡിന്റെ ഇങ്ങനത്തെ ഫുഡിന്റെ കടയായിരുന്നു. അപ്പൊ തൊട്ടടുത്ത കടയിലാണ് സൂപ്പ് കിട്ടണം. അപ്പം ഞങ്ങൾ സീറ്റ് മാറി ഇവർ ഇവിടെ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ വേറെ കടയിൽ, എന്നിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്നും ഈ കടയിൽ നിന്നും സൂപ്പും ഈ ബ്രെഡല്ലല്ലോ ബാൻമി ഇതും വാങ്ങിച്ച് കഴിക്കുക. ക്യൂട്ട്. എന്താണാവോ നടക്കാൻ പോണേ? നമ്മളിവിടെ ഉള്ളൊരു ലേക്കിന്റെ സൈഡിൽ വന്നേക്കുവാ. ഇവരുടെ നാഷണൽ ഡേയുടെ നേരത്തെ പറഞ്ഞ റിഹേഴ്സലോ പരേഡ് എന്തോ നടക്കുന്നുണ്ട്. അത് കാരണം വെരി ക്രൗഡഡ്. ഇതാണ് ആ ലേക്ക്. അവിടെ എന്തോ ഒരു അമ്പലം ഉണ്ടെന്ന് എപ്പം പറഞ്ഞേ. നമ്മള് അവിടെ പോയി എന്താന്ന് നോക്കാം. അത് രസമുണ്ട് കാണാൻ. ഫുള്ളും ഇതൊരു റോഡാ. അത് അവരടച്ചിട്ടിട്ട് പരിപാടിക്ക് വേണ്ടി അടച്ച് ഇവിടെ കുറേ ഷോപ്പൊക്കെ ആയിട്ട് നല്ല രസം. നമ്മുടെ നാട്ടിലിങ്ങനെ പള്ളിപ്പെരുന്നാളും അമ്പലത്തിലൊക്കെ ഒരു പരിപാടിയൊക്കെ നടക്കില്ലേ, ആ ഒരു വൈബ്. എന്താ ഷോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഷോയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി. എന്നിട്ട് അവർ പറഞ്ഞ് ടവറിലോട്ട് നോക്കാൻ.
ലൈറ്റ് മാത്രമാണോ ഈ ആമേനെ ഞങ്ങൾ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു എന്തോ സ്റ്റാച്ചു പ്രതിമ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ ഇത് ഒറിജിനൽ ആമേനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാ. ഇവര് ഈ പഴയ ഗെയിംസ് ഒക്കെ ഇല്ലേ കല്ലൊക്കെ വെച്ചുള്ള അതൊക്കെ കളിക്കുന്നു. കൾച്ചറാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഡേ വന്നപ്പോൾ ഇവരുടെ റൂട്ട്സ് ഒക്കെ റിമെമ്പർ ചെയ്ത് ഈ റോപ്പ് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാം. ഈവൻ പിള്ളേരും വയസ്സായവരും എല്ലാ പ്രായക്കാരും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നു. ഇവിടെ കുറേ ഇങ്ങനത്തെ കടകൾ നല്ല രസമുണ്ട്. നമ്മള് കുറച്ച് ക്ലോത്ത്സും ഓർണമെന്റ്സ് ഒക്കെ ഭയങ്കര ചീപ്പ്. നമ്മളതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ റൂമിൽ കൊണ്ട് വെച്ച് കുറച്ച് നേരം ഒന്നിരുന്ന് ഇറങ്ങി വീണ്ടും പുറത്തേക്ക്. ഇവിടെ ഇപ്പോൾ സമയം 11:45. നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ വിയറ്റ്നാം ആയതുകൊണ്ട് നാളെ പോലെ കുറച്ച് സാഡാണ്. അപ്പോൾ നമ്മൾ ഒന്ന് അടുത്തുള്ള നമ്മളൊരു ക്ലബ്ബ് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് പോയി കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്ന് വിചാരിച്ചു. ലാസ്റ്റ് നൈറ്റ് ഇൻ വിയറ്റ്നാം അല്ലേ, കുറച്ച് ജിൽജിലായിട്ട് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു. 11 മണിയായപ്പോ 11:45 വിചാരിച്ചു കുറച്ച് ഉറങ്ങിയിട്ടുണ്ടാവുന്ന ആൾക്കാർ. ഈ സ്ട്രീറ്റിലെ ഫുൾ ഓൺ. നമ്മുടെ വിയറ്റ്നാം ട്രിപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് ഇവരുടെ അവസാനമായിട്ട് ഇവിടെ നിന്ന് കഴിക്കാം. സിംഗപ്പൂരിൽ വന്നാൽ ഈ സാധനം കിട്ടും, പക്ഷെ ഇത്ര അടിപൊളിയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറയാം. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.